Hello, good morning all. Welcome back to my channel, Sija's Economic Classes. Next, ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ പറഞ്ഞു, പ്രൈസിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന റെസ്പോൺസീവ്നെസ്. ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന റെസ്പോൺസീവ്നെസ്. അതുപോലെ തന്നെ ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിന്റെ വ്യത്യാസം അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് വരുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദി റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ദെൻ ദി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പോൾ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന റെസ്പോൺസീവ്നെസ്സിനെയാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ റിലേറ്റഡ് ഗുഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ രണ്ട് തരത്തിലുള്ള ഗുഡ്സ് ആണ് വരുന്നത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ്, ഒന്ന് കോംപ്ലിമെന്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സിനെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടീ ആൻഡ് കോഫി ആണ്. അതുപോലെ കോംപ്ലിമെന്ററി ഗുഡ്സിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബൈക്ക് ആൻഡ് പെട്രോൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സിൽ ഇപ്പോൾ ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ കോഫിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ടീയുടെ വില വർദ്ധിക്കുമ്പോൾ ആളുകൾ ടീ വാങ്ങുന്നത് കുറയുകയും കോഫിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഗുഡ്സിലെ പെട്രോളിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് കരുതുക. പെട്രോളിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഈ സ്കൂട്ടറിന്റെ ഡിമാൻഡ് എന്താണ്, ഇൻക്രീസ് ചെയ്യും. കാരണം പെട്രോളിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ പെട്രോൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്, അഫോർഡബിലിറ്റി കൂടുന്നു. അങ്ങനെ വരുമ്പോൾ സ്കൂട്ടറിന്റെ ഡിമാൻഡ് ഉയരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഇതിൽ പറയുന്ന റിലേറ്റഡ് ഗുഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. EC is equal to പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റീസ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടീ അല്ലെങ്കിൽ കോഫി ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. അപ്പോൾ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് ഗുഡ്സ്. അപ്പോൾ ഇത്രയാണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഡിമാൻഡിന്റെ ആ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഞാൻ അതിൽ കാണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.